വയ്യ, പെടലി ഉളുക്കിയിട്ടുണ്ട്. കൊച്ചിൻ്റെ വാങ്ങിച്ചോ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വയ്യ, ഒട്ടും വയ്യ, പെടലി ഉളുക്കിയിട്ടുണ്ട്. പെടലി ഉളുക്കിയത് രാവിലെ കുളിച്ചപ്പോൾ തലതോർത്തിയതാണ്. അങ്ങനെ പെടലി നല്ല രീതിയിൽ ഉളുക്കി. ഇവിടെ നമുക്ക് പരിചയത്തിലൊരു മാമനുണ്ട്, വൈദ്യനാണ്. അങ്ങനെ ആ മാമൻ്റെ അടുത്ത് പോയി തടവിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ കുറച്ച് ടൈം ആവും അത് സെറ്റായി വരാൻ. അങ്ങനെ അനക്കാൻ കൂടി വയ്യ. രാവിലെ നിന്ന് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് യൂട്യൂബിൽ ഷോർട്സും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം വയ്യാത്തത് കൊണ്ട്. അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്, പ്രത്യേകിച്ചൊന്നുമില്ല, ഈ വിശേഷങ്ങളൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പെടലിക്ക് കിട്ടി 8ന്റെ പണി. അയ്യോ, അങ്ങനെ പതുക്കെ വണ്ടി എടുത്തോണ്ട് പോട്ടെ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. കുറച്ച് സാധനങ്ങൾ തീർന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏതാണ്ട് 1 മാസം മുമ്പാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല, കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ പാസ്ത എടുക്കാമെന്ന് ചോദിച്ചു. മോനോട്ടിന് ഇത് വെച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റവയും കുറച്ചുള്ള സാധനങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കില്ല, കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സെക്ഷനിലോട്ട് അങ്ങോട്ട് കയറിയിരുന്നില്ല. പിന്നെ എനിക്ക് ഇവിടുന്ന് വേറൊരു ഷോപ്പിൽ കൂടെ പോവാൻ ഉണ്ട്, പലവ്യഞ്ജനത്തിൻ്റെ. പോരാത്തൊരു പച്ചക്കറി കടയിലും കൂടെ കയറണം കേട്ടോ. തീരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരൊറ്റ അടിക്ക് അങ്ങ് തീരും. അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം. അപ്പോൾ വീട്ടിൽ മലക്കറി കുറച്ച് കിടപ്പുണ്ട്. അത് ചിന്നൊരു കാട്ടിക്കുട്ടി സാമ്പാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സാധനങ്ങളെ ബാക്കിയുള്ളൂ. അപ്പം അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ടും കഞ്ഞി വയ്ക്കാനുള്ള അരി തീർന്നു പോയി. അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. മെനങ്ങാതെ തീർന്നു. ഇന്നലെ പിന്നെ ഊറ്റിപ്പൊരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ നല്ല ബ്ലോക്കായിരുന്നു റോഡിൽ. ഞാൻ ഈ സ്കൂട്ടിയും കൊണ്ട് ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ പിന്നെ 1 മണിക്കൂർ ഞാൻ ബ്ലോക്കിൽ കിടന്ന് ചവിട്ടി പിടിക്കണം. വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും അമ്മ പയറൊക്കെ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പയറും കട്ടൻ ചായയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൻപയർ. അതുപോലെ തന്നെ മോനോട്ടനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കഴിക്കണേണ്, വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കഴിക്കണേണ് നല്ലത് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴുത്തിൻ്റെ വേദന കാരണം നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് സമയമൊന്നും വീഡിയോ പിടിക്കാൻ നിന്നില്ല. കുറച്ച് സമയമേ വീഡിയോ പിടിച്ചോളൂ. കാരണം ഇങ്ങനെ പൊക്കി വെച്ച് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. 2 കൈയിലും ആ വേദന ഇറങ്ങി ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരമൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ നല്ല വേദനയായി. ഇരിക്കാൻ നിൽക്കല്ലേ ബസു? ചൂട് കുഴപ്പമില്ല. ഇങ്ങനെയാണ് അത് ജനലിന്റെ പാളികളായി വീണ്. പിന്നീട് ഭാര്യ വിളിച്ചോണ്ട് പോകാൻ വെച്ചപ്പോൾ ഭാര്യയുടെ പുറത്തൊരു അലമാര വീണ്. അവിടുത്തെ ഒരു വയ്യാതെ നടക്കുന്ന സഹോദരി ഇവിടെ കീടങ്ങൾ ആവുന്ന അവിടെ ആയിരുന്നു. ഉള്ളും പൊട്ടൂലായിരുന്നു. അവരവരെ സങ്കടം പറയുന്നു. അസുവേ തലയിടികേ. കുറേ ദിവസം കൊണ്ട് വീട്ടിലിപ്പോൾ ന്യൂസ് ചാനൽ തന്നെയാണ്, അതും വയനാട്ടിലെ കാര്യം. അപ്പോൾ അമ്മ പറയുകയാണ്, ഇവിടെയുള്ള കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കുറച്ച് കീടങ്ങളാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലുണ്ടായിരുന്നു ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉരുൾ പൊട്ടൂലായിരുന്നു, കുറേ പാവങ്ങൾ പോയി എന്നായിരുന്നു അമ്മയും പറയുന്നത്. അതേ അഭിപ്രായത്തോടാണ് കേട്ടോ ഞാൻ യോജിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് രാത്രി എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങി. ഞാനും മോനിട്ടിന് 8:30 മണിയായപ്പോഴേ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. സൺഡേ ആണ്. എനിക്ക് കഴുത്ത് ഉളുക്കില്ലായിരുന്നു, പക്ഷെ നീരിറങ്ങി ഭയങ്കര വേദനയായിരുന്നു. 2 സൈഡിലും. ഒരു സൈഡിൽ ഇന്നലെ നീരുണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോൾ 2 സൈഡിലും നീരുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറങ്ങി എനിക്ക് ഭയങ്കര വേദന, ഷോൾഡർ വേദന, ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
രാവിലെ എല്ലാവരും കിടന്നുറങ്ങിയാണ്. കാരണം ഇന്ന് സൺഡേ ആണ്, മോനോട്ട് ഒരു സ്കൂളിൽ പോകണ്ട, എനിക്ക് ജോലിക്ക് പോകണം. പിന്നെ എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റണില്ല കേട്ടോ. 7 മണി വരെയൊന്നും എനിക്ക് കിടന്ന് ഉറങ്ങാനേ പറ്റില്ല. മര്യാദയ്ക്ക് പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് 7, 8, 9 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഞാനാണ്. ഇപ്പോൾ കറക്റ്റ് ഒരു 5:55, 6 മണിയാകുമ്പോൾ അലാറം വെച്ചാണൊക്കെ എണീക്കും. ശീലമായി പോയതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു ദിവസം അവധിയുള്ള ദിവസം 9 മണിക്ക് ഉറക്കം എണീക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് മിക്കവാറും ഞാൻ ഇങ്ങനെ ശീലിച്ച് വെച്ചതുകൊണ്ട്, എൻ്റെ ബോഡി അങ്ങനെ ശീലമായതുകൊണ്ട് മിക്കവാറും തലേ ദിവസം സിനിമ കണ്ടിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും എണീക്കാനും ലേറ്റ് ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഏതെങ്കിലും അവധിയുള്ള ദിവസം അങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇവിടെ ഓരോരുത്തർ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ബഹളം കാണിക്കണേ, പിന്നെയാണ് ഇവിടെ ഒരാൾ താമസിച്ച് എണീക്കാൻ വേണ്ടിയിട്ട് ബഹളം കാണിക്കണേന്ന്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കിപ്പോഴിപ്പോഴേ നല്ല നല്ല ശീലങ്ങൾ കിട്ടിയിരിക്കുകയാണ്. പിന്നെ സ്വസ്ഥതയായിട്ട് ഒത്തിരി ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, കുറച്ച് പാത്രങ്ങൾ. തലേദിവസം കഴുകി വെക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കത്തില്ല. ഇന്നലെ പിന്നെ ഒട്ടും വയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത പാത്രം വരെ, ഒരു ഗ്ലാസ് വരെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോയത്, കാരണം അത്രയ്ക്ക് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് സാധാരണ അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര സമയമില്ലെങ്കിലും കുറച്ച് പാത്രങ്ങൾ കിടക്കണമെങ്കിൽ ആ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് ഈ പറയും പോലെ ചോറായാലും കറിയായാലും കാപ്പിയായാലും ഉണ്ടാക്കാനാണ് കൂടുതലും ഇഷ്ടം. അത് ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഉള്ള ദുശ്ശീലങ്ങളുണ്ടെന്ന് കേട്ടോ. ഇതൊക്കെ ദുശ്ശീലങ്ങളുടെ ലിസ്റ്റിലാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സൺഡേ ആയിട്ട് എനിക്ക് ഇത്തിരി കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു. സൺഡേ ആയിട്ട് രാവിലെ എണീച്ച് എല്ലാവരും കിടന്നുറങ്ങണം, മോനോട്ടൊക്കെ നല്ല ഉറക്കം. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തെന്നറിഞ്ഞൂടെ കറക്റ്റ് അലാറം വെച്ച് അടക്കം എണീറ്റ് കളയും. അതെന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അതാണ് ആലോചിക്കുന്നത് എന്തിങ്ങനെയെന്ന്. പിന്നെ അതൊക്കെ പോട്ടെ. ഇനിയിപ്പം പിന്നെ ഇന്നിപ്പം മീൻ വാങ്ങിച്ചില്ല. ഞാൻ എണീറ്റ സമയത്ത് മീൻ വണ്ടി വന്നില്ല. അപ്പോൾ വേറൊരു മീൻ വണ്ടി ഒരു 8 മണിയാകുമ്പം വരും. അപ്പോൾ ആ സമയത്ത് അമ്മ മീൻ വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും. അപ്പോൾ ഇന്നലെയും മീനില്ലാതിരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഉള്ള നല്ല ശീലങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി പിന്നെ ആരും ഫുഡൊന്നും കഴിച്ചിരുന്നില്ല, ചോറൊന്നും കഴിച്ചില്ല. ചോറ് പിന്നെ അതേപടി എടുത്ത് അകത്ത് വെക്കേണ്ടി വന്ന്. പിന്നെ അതുപോലെ തന്നെ ചീരത്തോരനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പയർ അവിച്ച് തിന്നുകൊണ്ട് ആർക്കും ഒന്നും വേണ്ടായിരുന്നു. മോനോട്ടം പോലും വേറെ ഒന്നും കഴിച്ചിരുന്നില്ല. പിന്നെ മെയിനായിട്ട് മീനും കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം കൂടെ പഠിച്ചെന്ന് വിചാരിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. വൈകുന്നേരം 7 മണിക്ക് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ കഴിക്കാൻ വലിയ പാടാണ്. പക്ഷേ ഞാനൊക്കെ രാത്രി സാധാരണ ഇപ്പോൾ 7 മണിക്ക് വല്ലതും കഴിച്ചാലും രാത്രിയൊക്കെ വല്ലതും കഴിക്കാൻ കയറാണ്. ഞാൻ ഇന്നലെ പിന്നെ വയ്യാത്തതുകൊണ്ട് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിസരത്തോട്ടേ വന്നിട്ടില്ല. ഇന്നലെ രാവിലെയാണ് തല കുളിച്ച സമയത്ത് തല തോർത്തിയപ്പോൾ എനിക്ക് ഉളുക്ക് വന്നത്. സാധാരണ ഉറക്കത്തിൽ ഉളുക്ക് വന്നാൽ ഉറക്കത്തിൽ തന്നെ അങ്ങ് പോകുമെന്ന് പറയും. ഇതിപ്പം ആ ഉളുക്ക് അങ്ങ് പോയി, പക്ഷേ വേദന, നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മീൻ വണ്ടിയുടെ സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ അമ്മയുടെ തുടങ്ങി അമ്മ മീനെങ്കിൽ മേടിച്ചിട്ട് വരുമെന്ന്. കാരണം മീനില്ലെങ്കിൽ വലിയ പാടാണ് കേട്ടോ. മീനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒഴിച്ചു കൂട്ടാനോ ഒരു തോരനോ ഉണ്ടാക്കിയാൽ മാത്രം മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ സിൻക്ക് ഓർഡർ ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് മണി പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നാളൊരു ദിവസം ഒരു ലോങ് വീഡിയോയിൽ മണി പ്ലാന്റ് വെച്ചതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വെച്ച വെള്ളമായിരുന്നു. അപ്പോൾ അത് മാറ്റാനും തുടയ്ക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് കൂടുതൽ ക്ലീനിങ് പരിപാടിയിലോട്ടൊന്നും ഇറങ്ങാത്തത്. ഇന്ന് എനിക്ക് ജോലിക്ക് പോകണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ സൺഡേ വാരമെന്ന് പറയുന്നത് ക്ലീനിങ്ങിൻ്റെ ദിവസം തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പണ്ട് എൻ്റെ വീട്ടിലൊക്കെ, അല്ലെങ്കിൽ എല്ലാവരുടെയും വീട്ടിലും ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ജനാലയൊക്കെ തുറന്നിട്ടിട്ട് വലയൊക്കെ അടിക്കും. പണ്ടേ ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ പരിപാടി അത് തന്നെയായിരുന്നു. പല അടുപ്പും വൃത്തിയാക്കലും ഒരു ബഹളമാണ്. അങ്ങനെ വീട്ടിൽ ഇതാ കല്ലു കയറിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് മീൻ്റെ മണമടിച്ച് വന്നതാണെന്ന്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇല്ലടി ഒരു എലി ഓടിപ്പോണുണ്ട്, അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവ ഓടി വന്നതാണെന്ന് പറഞ്ഞ്. എലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഓടി വരും കേട്ടോ. അങ്ങനെ പിന്നെ മോനോട്ട് എണീറ്റ് ഇതാണ് മോനോട്ട് കണ്ട കാഴ്ചയെന്ന് പറയുന്നത്. എലിയെയും പൂച്ചയെയും, എലിയെ കണ്ടില്ല, പൂച്ച എലിയെ വന്ന് പിടിക്കാൻ നോക്കണതാണ് കേട്ടോ കണ്ടത്. ഇന്ന് മീൻ ചൂരക്കുട്ടി തന്നെ. എനിക്ക് പക്ഷേ ചൂരക്കുട്ടി ഇഷ്ടമാണ്, മോനോട്ടനും ഇഷ്ടമാണ്. അമ്മയ്ക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. അമ്മയ്ക്ക് വലിയ ചൂരയാണെങ്കിൽ, ഈ ചെറിയ ചൂര, പുളിപ്പൻ ചൂര അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് വെള്ളച്ചൂര ഇഷ്ടമല്ല. ഈ വെള്ളച്ചൂര ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ചൂര ഉണ്ട്, എനിക്ക് കൂടുതൽ അറിയത്തില്ല. ആ ചൂര എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ മോരുടെ ശീശി ഒഴിക്കണ സ്ഥലമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞാനത് കൂടുതൽ കാണിച്ചിരുന്നെങ്കിൽ ഈ വീഡിയോ അവൻ കാണുമ്പോഴത്തേക്ക് എന്നെ കുഞ്ചേർത്ത് കിടിക്കും. അതുകൊണ്ട് ഞാനതൊന്നും കാണിച്ചിരുന്നില്ല. പിന്നെ മോനോട് ഓടിപ്പോയി അമ്മ ദാ ഇവിടെ കിടക്കണത് സെറ്റിയിൽ, അവിടെ പോയി കിടന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊഞ്ചാനും കുഴയാനും തുടങ്ങി. പിന്നെ എനിക്ക് വേദന അസഹനീയമായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ പിന്നെ വീണ്ടും കുഴമ്പല്ല, അത് ഏട്ടൻ കൊണ്ടുവന്നൊരു സാധനമാണ് കേട്ടോ. അത് ദുബായിൽ നിന്ന് ഏട്ടൻ കൊണ്ടുവന്നൊരു സാധനമാണ്.
കോടാലി തൈലോ വിക്സോ അതിൻ്റെ ഒരു പവറാണ്. അതിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ അങ്ങ് എരിഞ്ഞ് വരും. അപ്പോൾ അത്രയും നേരം ആ വേദന കാണത്തില്ല. അങ്ങനെ അമ്മ അതിട്ട് തടവി തന്നു. നമ്മൾ അന്നത്തെ ഒരു ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ കണക്കാക്കുന്നത്, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പ്രകൃതി അല്ലെങ്കിൽ അന്തരീക്ഷം ഒരുമാതിരി മൂടി അണഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് അണഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് ഒരുമാതിരി അവാർഡ് ഫിലിമാനൊക്കെ ആയിരിക്കും പോകുന്നത്. ഒന്നിനും ഒരു എനർജറ്റിക് കാണത്തില്ല. പക്ഷേ നേരെ തിരിച്ച് ഒരു ഓണവെയിലൊക്കെ അടിച്ച് നല്ല രീതിയിൽ ആ ഒരു മഞ്ഞ വെയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പ്രകൃതി ഉഷാറായത് കണക്ക് നമ്മളും ഉഷാറാവാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഞാൻ എന്തൊരു ജോലി ചെയ്താലും എവിടെ നിന്നാലും ഇപ്പം വയനാട്ടിലത്തെ കാര്യം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരാറുണ്ട്. അവർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എണീറ്റത് പിറ്റേ ദിവസം എണീറ്റവരുണ്ട്, എണീക്കാത്തവരുണ്ട്, ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം അത് ആലോചിക്കാറുണ്ട്. ഇപ്പോഴെല്ലാം ചില ദിവസങ്ങളിൽ ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും, അതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ഇപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൈ 2 കാലും ഉണ്ട്, നമ്മൾ അത് അധ്വാനിച്ച് തന്നെ നമ്മൾ നിൽക്കും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തോ ഞാൻ ഇപ്പം അതൊക്കെ തന്നെയാണ് കൂടുതൽ ആലോചിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴും പിന്നെ ആ കാര്യങ്ങളായിരിക്കും കൂടുതൽ എൻ്റെ മൈൻഡിലോട്ട് വരണത്. അപ്പോൾ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കുറ്റവും കുറവും ഒക്കെ നമ്മൾ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ സ്വന്തം വീടുകൾ പോലും നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ സ്വന്തം മക്കൾ, അങ്ങനെ അയ്യോ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയും ഒരു ദുരിതം അനുഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും എപ്പോഴും ഞാൻ ഇപ്പോൾ അത് തന്നെയാണ് ആലോചിക്കുന്നത്. വീഡിയോ എടുത്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഒയർ വന്ന് കിടന്നതിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീടാണ് സംശയം കാരണം ഞാൻ പോയി നോക്കിയത് കേട്ടോ. പിന്നെ ഇത് കെട്ടിയിട്ട് തേക്കണേന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിൽ പല്ല് ഡെയിലി തേക്കും. പക്ഷെ ഇപ്പം ഉമിക്കിരിയിട്ട് തേച്ചിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ ഓടിപ്പോയി ഉമിക്കിരി എടുത്തുകൊണ്ട് വന്ന് അവനെ കെട്ടിയിട്ട് തേക്കുകയാണ് കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ ഉമിക്കിരിയിട്ട് പല്ല് തേപ്പിച്ചതിന് ശേഷം ബ്രഷും പേസ്റ്റും ഇട്ട് വീണ്ടും തേപ്പിക്കും. കാരണം ആ ഉമിക്കിരിയുടെ അംശങ്ങളൊക്കെ അവിടെ കാണും. അപ്പോൾ ഇന്ന് എന്തായാലും പിച്ചിപ്പൂ കണക്ക് തിളങ്ങും പല്ല് കേട്ടോ. ഞാൻ വീഡിയോ പിടിച്ച സമയത്ത് പറയും, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നിൻ്റെ സ്കൂളിലെ ടീച്ചർ അത്ര ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, മിക്കവാറും അവർ നിന്നോട് ചോദിക്കും, വഴക്കും പറയുമെന്ന്. അപ്പം ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ അമ്മ എടുക്കണേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീനെടുത്തത് അമ്മയ്ക്ക് കണ്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ കൂടെ ആ കല്ലുകൂടെ നടക്കുന്നുണ്ടല്ലോ, അവൻ എപ്പോഴും ഇപ്പോൾ ഇവിടെ തന്നെയാണ്. അമ്മ ഇപ്പം ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അവന് ചെറിയ രീതിയിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അമ്മ തന്നെയാണ് അത് മഞ്ഞപ്പൊടിയും ഈ പറമ്പിലെ ഡെറ്റോള് സ്പ്രേ എല്ലാം അടിച്ചു കൊടുത്ത് മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണോ സ്നേഹം കൂടുതൽ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ആശ ഇപ്പോൾ അമ്മേരെ പിറകെ മാറിയിട്ടില്ല. പിന്നെ ഇതാ വീഡിയോ കാണുമെന്ന് പറഞ്ഞു വീണ്ടും വരട്ടിയപ്പോഴത്തേക്കും മോനോട്ടൻ വന്ന് തുറപ്പെടുത്തോണ്ട് പോവുകയാണ്. തുറപ്പിട്ട് അവിടെ എത്ര ഞാൻ തൂത്ത് തരാം അമ്മ, ചവറെല്ലാം തൂത്ത് മാറ്റി വൃത്തിയാക്കി തരാം. അപ്പം അമ്മ എന്നെ നല്ല കുട്ടിയാണെന്ന് പറയണമെന്ന് പറയും. ഞാൻ പറഞ്ഞു സെറ്റ്, ഞാൻ പറഞ്ഞിരിക്കും നീ നല്ല കുട്ടിയാണെന്ന്. അങ്ങനെ ഞാൻ കുറേ സോപ്പിട്ടാണ് രാവിലെ നിർത്തിയത് കേട്ടോ. ഇത് നമ്മളെ ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു തോരനാണ്, വെറുതെയാണ് കേട്ടോ. ഞാൻ ഇത് അരിയുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വെക്കണമെന്നേ ഉള്ളൂ. ഞാനത് തിന്നുന്നില്ല, എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ പച്ചക്കറിയൊക്കെ തിന്നാൻ. എനിക്ക് തന്നെ അറിയാം നല്ല സ്വഭാവമല്ലെന്ന്. പക്ഷെ എന്താണെന്ന് അറിയൂടെ, പച്ചക്കറിയൊക്കെ ഇപ്പോൾ വായിക്കാത്തോട്ട് വയ്ക്കുമ്പം തിരിച്ച് ഒമിറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നും. മീൻ കറി മാത്രമാണ് ഇഷ്ടം. അത് പണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പച്ചക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. കൂടുതൽ മീനും കാണും, ഒരു ഒഴിക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തൈരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് 2 വർഷത്തോളം ഈ പറയുമ്പോൾ മലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമരയ്ക്കായാലും എന്തിരി കിട്ടിയാലും ഞാൻ തിന്നുമായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു അഴുക്ക് സ്വഭാവങ്ങൾ വന്നു തുടങ്ങിയത് കേട്ടോ. പിന്നെ അത്യാവശ്യമായിട്ട് എനിക്കും അമ്മയ്ക്കും കുഞ്ഞിന് വേണ്ടിയിട്ട് പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ 10 മണിക്ക് എനിക്ക് സലൂണിലോട്ട് പോകണം. അതിന് മുമ്പായിട്ട് കുറച്ച് തൂത്ത് വാരിയിട്ട് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ മോനോട്ട് എൻ്റെ പിറകെ നിൽക്കുകയാണ് 2ാമത്തെ നിലയിൽ. അവനോട് എനിക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അവനോട് ഞാൻ പറയും, മോനോട്ടാ നീ സൂക്ഷിച്ച് നിൽക്കണേ. കാരണം എപ്പോഴും വീണ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ മുറിവുകളും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഞാൻ പറയും സൂക്ഷിച്ച് നിൽക്കണേ, വല്ലതും പറ്റിപ്പോയിട്ട് ഏറ്റവും അവസാനം ഇവിടെ കിടന്ന് കരയരുത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും അവനെ വരട്ടാറുണ്ട്. അപ്പം ഇവ ആരെങ്കിലും കണ്ണു വെട്ടിച്ചിട്ട് ടെറസിൻ്റെ മണ്ടയിൽ, അതായത് ഇപ്പം 2ാമത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അവൻ
ഞാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവൻ അന്ന് പൂവൻ പോക്കും ഞാൻ. കാരണം നല്ല രീതിയിൽ ഞാൻ വഴക്കുറയും നിൻ്റെ അടുത്ത് കയറി പോകരുതെന്നല്ലേ പറഞ്ഞെന്ന്. കാരണം സത്യം പറയാമല്ലോ, ഇത്രയൊക്കെ ആക്കിയെടുക്കാൻ ഞാനും അമ്മയും എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയാമോ. കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് സത്യം പറഞ്ഞാൽ വളർത്തിയെടുത്തത്. എനിക്ക് പേടിയായിരുന്നു, ഇവൻ്റെ കാര്യത്തിൽ നല്ല പേടിയായിരുന്നു. ഞാൻ ഇവനെയും ഡെലിവറി സമയം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അന്തോ മുന്തോ ഇല്ലാതെയാണ് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. ഇവനെ എങ്ങനെ ഞാൻ വളർത്തിയെടുക്കും? കാരണം തീരെ പൊടി കുഞ്ഞ് പോരാത്തതിന് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് ഇവൻ പാല് കുടിച്ചിട്ട് മണ്ടേ കയറ്റി അത്രയും നീല കളറിലായി, ശ്വാസം മുട്ടിപ്പോയി. അങ്ങനെ ആകെ ടെൻഷൻ പിടിച്ചാണ് ഞാൻ അന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണത്. ഞാൻ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മ നമ്മൾ എങ്ങനെ ഇവനെ വളർത്തിയെടുക്കും? കാരണം അന്നത്തെ ആ ഒരു കോലം അങ്ങനെ ആയിരുന്നു. അന്ന് ഡിസ്ചാർജ് ആവണതിൻ്റെ രാവിലെ അത്രയും ബോഡി നീല കളറായി. പിന്നെ നേഴ്സൊക്കെ കമിഴ്ത്തി അടിച്ചൊക്കെയാണ് ഇവനെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയെടുത്തതാണ്. അപ്പോൾ ഞാൻ പറയും, അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞ് ഓരോന്നും വരുത്തി വെക്കരുതെന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് ടെറസിൻ്റെ മണ്ടയിൽ കയറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിൽ കയറുമ്പോഴത്തേക്കും എൻ്റെ നാക്ക് ആ പഞ്ചായത്ത് മുഴുവൻ കേൾക്കുന്നുള്ളതാണ് സത്യം കേട്ടോ. ഞാൻ കൊച്ചിന് വഴക്ക് പറയുന്നത് ഏട്ടന് ഇഷ്ടമേ അല്ല, പക്ഷെ അത് ഗൾഫിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഏട്ടനും വഴക്ക് പറയും. പിന്നെ അവൻ ഭയങ്കര കുരുത്തക്കേടല്ല, പക്ഷെ ചെറിയ രീതിയിൽ കുരുത്തക്കേടുണ്ട്. അവൻ്റെ കൂടെ മാക്സിമം കളിക്കണം, അതാണ് അവൻ പറയുന്ന റൂളെന്ന് പറയുന്നത്. അത്യാവശ്യമായിട്ട് പുറത്തോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം മോനോട്ടനും അമ്മയും കൂടെ സ്കൂട്ടിയിൽ വരാമെന്ന് വാങ്ങി. സാധാരണ ഞാൻ അങ്ങനെ ലോഡ് കയറ്റാറില്ല, കയറ്റും. പക്ഷേ അമ്മയെ ഞാൻ ഒരിക്കൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അമ്മയും ഞാനും കൂടി ജസ്റ്റ് ഒന്ന് വീണ്. അതിനുശേഷം ഞാൻ കൊണ്ടുപോകാറില്ല, കണ്ണിൽ വെട്ടോടിക്കും, കൊണ്ടുപോകാറില്ല. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ധൈര്യം സംഭരിച്ച് പോകാനായിട്ടാണ്. വണ്ടിക്കൂലിക്കുള്ള പൈസ എടുത്തിട്ടില്ല. കാരണം വണ്ടിക്കൂലിക്കുള്ള പൈസ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പകുതി വഴിക്ക് അമ്മ ഇറക്കിയിട്ട് പറയും അമ്മ ബസ്സിൽ കയറിയിട്ട് വരാൻ. അപ്പോൾ ഞാൻ വണ്ടിക്കൂലിക്ക് പൈസ എടുത്തിട്ടില്ല. കാരണം വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, സ്കൂട്ടി തന്നെ അങ്ങ് പോകാൻ ശ്രമിക്കും. മാക്സിമം പതുക്കെ ആ ഒരു ധൈര്യം സംഭരിച്ച് പോകാൻ ശ്രമിക്കും. ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. എന്തേലും അവിടെ നിന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ. ഞാൻ ഈ വണ്ടിയും കൊണ്ട് എല്ലായിടവും പോവും. അപ്പോൾ പിന്നെ ഇവർക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ആട്ടോ പിടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ നടന്നു വരണം. എന്ത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കണത് കേട്ടോ. എങ്ങനെയെങ്കിലും ഓട്ടിച്ച് വീടെത്തി. ഭയങ്കര വിറയിലായിരുന്നു. അല്ല ടി വി സ്റ്റാൻഡ് അവിടെ കേട്ടാ. അങ്ങനെ വിറച്ച് അതാകണം വിറച്ച് ഓട്ടിച്ച് വീടെത്തി. കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഷോൾഡറും കൂടെ പെയിൻ ഉള്ളത് കൊണ്ട്, നീര് കെട്ടിക്കിടക്കണത് കൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ അങ്ങ് ഓട്ടിച്ച് കഴിഞ്ഞാൽ, കുറച്ച് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആവുന്നു. എടാ, എൻ്റെ ഈ തുണികളിലാണോ നിൻ്റെ ഇതാ പാർലറിൽ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങളുണ്ട്. ടൗലെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം അമ്മ വാഷ് ചെയ്ത് തന്നു. അങ്ങനെ ഇനി നേരെ പാർലറിലോട്ട്. ഓക്കേ. ഓ, എവിടെ പോണു? അമ്മേ താമസിക്കാതെ ഒരുമതാ. ഇറങ്ങ പതുക്കെ ഇറങ്ങ. ആശ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. അപ്പോൾ അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഈ ചെറുക്കൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ജോലിക്ക് പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവൻ പറയും, അമ്മ വൈകുന്നേരം ഒന്നും വരണ്ട, രാത്രി ഒന്നും വരണ്ട, രാവിലെ വന്നാൽ മതിയെന്ന്. അതായത് അത്രയും നേരം അമ്മ ജോലി സ്ഥലത്ത് നിൽക്കണ്ട, അമ്മ ഉച്ചയൊക്കെ ആകുമ്പം വാ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഒരു 10-2 ആയപ്പോഴത്തേക്കും ഞാൻ ഷോപ്പെത്തി. ഇനി ഇവിടുത്തെ കുറേ കാര്യങ്ങളാകണം. ഇന്ന് കുറേ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ, സീ യു.